ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ടൈം അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. പ്രവർത്തനം 1. മാതൃസസ്യത്തിൽ നിന്നും പല സസ്യങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതാണ് വിത്ത് വിതരണം. വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം? 1. ജന്തുക്കൾ വഴി, പിന്നെ 2, 3, 4. പിന്നെ ഏതൊക്കെ വഴിയാണ് നമുക്ക് വിത്ത് വിതരണം നടക്കുന്നത്? ബി ക്വസ്റ്റ്യൻ. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യം ഏത്? ബ്രാക്കറ്റ് വെണ്ട, പേര, അപ്പൂപ്പൻ താടി, തക്കാളി. ഇനി പ്രവർത്തനം 2. വിത്ത് മുളയ്ക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു. സ്റ്റീൽ ഗ്ലാസ്, പയർ. ഇനി ബാക്കി 2 നമ്മളിവിടെ എഴുതണം. വിത്ത് മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്നത് കണ്ടെത്താനുള്ള പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയും എഴുതുക. ഇനി അടുത്തത് ബി. വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇനി സി ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം, ബീജപത്രം, ബീജശീർഷം, വേര്. പ്രവർത്തനം 3. മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിൽ കുറുക്കന്റെ എണ്ണം കുറഞ്ഞാൽ എന്തു സംഭവിക്കും? ബി. സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതുക. പ്രകാശ സംശ്ലേഷണം, ശ്വസനം എന്നിവ തന്നിട്ടുണ്ട്. ബാക്കി വിട്ടുപോയതിനൊക്കെ നിങ്ങൾ പേരെഴുതണം. അടുത്തത് സി. ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത്? ബ്രാക്കറ്റ് ആന്തോസയാനിൻ, സാന്തോഫിൽ, ഹരിതകം, കരോട്ടിൻ. പ്രവർത്തനം 4. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ജലത്തിന്റെ സവിശേഷതകൾ. താപം വഹിക്കുന്നു. ബാക്കി 1, 2, 3 നിങ്ങൾ പൂർത്തീകരിക്കണം. ബി. മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക. പദാർത്ഥം, അവസ്ഥ. ജലം, ദ്രാവകം. ഐസ്, അതിൻ്റെ അവസ്ഥ എഴുതണം. അവസ്ഥ വാതകമാണ്, അപ്പോൾ അത് പദാർത്ഥം ഏതാണെന്ന് എഴുതണം. അടുത്തത് സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴവെള്ളത്തിൻ്റെ സംഭരണ മാർഗം അല്ലാത്തതേത്? 1. കയ്യാല നിർമ്മിക്കുക. 2. തടയണ കെട്ടുക. 3. മുറ്റം കോൺക്രീറ്റ് ചെയ്യുക. 4. കിണർ റീചാർജിംഗ് നടത്തുക. പ്രവർത്തനം 5. വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക. മാവ്, തെങ്ങ്, പുല്ല്, പ്ലാവ്, നെല്ല്, പേര, മുള. ബി. ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളിലെ ഇലകളുടെ സവിശേഷത എന്ത്? സി. മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോഡി ഏത്? 1. ഗോതമ്പ്, ചേമ്പ്. 2. ചേമ്പ്, ചേന. 3. ചേന, വാഴ. 4. പയർ, വാഴ. പ്രവർത്തനം 6. ചിത്രീകരണം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 2 കൂടി എഴുതുക. 1. സൂര്യനാണ് കേന്ദ്രം. 2. ആകാശഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണ പഥം. ഇനി 2 കൂടി നിങ്ങൾ എഴുതണം. ബി ക്വസ്റ്റ്യൻ. കൃത്രിമോപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തീകരിക്കുക. കൃത്രിമോപഗ്രഹം. ഉപയോഗം ഇൻസാറ്റ്, വാർത്താവിനിമയം എഡ്യുസാറ്റ്. അതിൻ്റെ ഉപയോഗം എഴുതുക. അടുത്തത് ഉപയോഗം തന്നിട്ടുണ്ട്, പ്രതിരോധം. അതിൻ്റെ കൃത്രിമോപഗ്രഹത്തിൻ്റെ പേര് എഴുതുക. അടുത്തത് സി ക്വസ്റ്റ്യൻ. ഈ നക്ഷത്രഗണത്തിൻ്റെ പേരെന്ത്? ബ്രാക്കറ്റ് സപ്തർഷി. 2. വേട്ടക്കാരൻ. 3. കശ്യാപി. 4. എയ്രിസ്. പ്രവർത്തനം 7. താഴെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. നാരങ്ങ വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു. നാരങ്ങ വെള്ളത്തിൽ കല്ലുപ്പ്, പരലുപ്പ് ചേർക്കുന്നു. ഈ 2 സന്ദർഭങ്ങളിൽ ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത്? എന്തുകൊണ്ട്? ബി. വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു 2 ഘടകങ്ങൾ ഏതെല്ലാം? സി. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ചൂടാക്കുന്നു,
ജലം തണുപ്പിക്കുന്നു. ഈ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കാനാണ് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.